പല്ല് പോയ പ്ലാസ്റ്റിക് ചിരികളെ നീ തൂക്കി വിൽക്ക് ഡയമണ്ട്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് നീ എവിടെ കാത്തു നിൽക്ക് പള്ളി പോയതുകൊണ്ട് ദൈവമുണ്ട് നല്ല കൂട്ടം കൂടി ചൊല്ലും കാര്യമൊന്നുമെന്നും സത്യമല്ല ഞാൻ ഈ കഥയിൽ നായകനല്ല എന്റെ ആഗ്രഹങ്ങളൊന്നും ലോക കീഴടക്കലല്ല അല്ല ഈ നോമ്പ് നോക്കണ്ട ഈ ചെറിയ കുട്ടിയല്ലേ വയ്യാണ്ടാവും ഞാൻ ചെറിയ കുട്ടിയൊന്നും ഞാൻ വലിയ കുട്ടിയാ നാളെ അത്താഴത്തിന് വിളിക്കോ ആ ശരി അത്താഴത്തിന് വിളിക്കട്ടാ എല്ലപ്പോ നെയ്ത്തൊക്കെ ഉണ്ടേ നെയ്ത്തറിന്റെ ഇക്കൊല്ലത്തെ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോക്കാൻ കരുതുന്നു നീത്തൊക്കെ വെച്ചില്ലേ നീ കിടന്നുറങ്ങിക്കോട്ടാ ചുട്ടാ നോക്ക് നാളെ നോമ്പ് നോക്കണ്ടേ ബാങ്കിപ്പ് കൊടുക്കൂട്ടോ ഭക്ഷണം വേമായോ ഞാൻ ഭക്ഷണം എടുത്തക്കാം ഇട്ടാ ഭക്ഷണം പെട്ടെന്ന് കഴിക്കണേ ചെറിയ പ്ലേറ്റ് ആണോ ഈ പതിലാണ്ട് കഴിച്ചോളൂ ബാങ്കിപ്പ് പതിലാണ്ട് കഴിക്കുന്ന വെച്ചിട്ടാ ബാങ്കിപ്പ് കൊടുക്കും ശരി ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം എല്ലാ പല്ലൊക്കെ ഉണ്ട് പല്ലൊന്നും തേക്കണ്ട നാച്ചുട്ടാ ഇനി നാളെ രാവിലെ പല്ലേക്കാ നാളെ പല്ല് വെച്ചിട്ട് പല്ലേക്കാന്ന് സമയം പോട്ടെ ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല എന്നാ ശരി എന്നിട്ട് പല്ലേ ചൂട് പോയിട്ട് വേഗം ഇതാട്ട വലിയ പ്ലേറ്റ് പെട്ടെന്ന് കഴിക്കാൻ പെട്ടെന്ന് വേഗം സ്പീഡിൽ കഴിക്കുക ബാങ്കിപ്പോൾ കൊടുക്കും അതാണ് പെട്ടെന്ന് കഴിച്ചു ബിസ്മില്ലി പെട്ടെന്ന് കഴിക്കും അതാ ഇപ്പം എന്തായി ബാങ്ക് കൊടുത്തില്ലേ ആ പല്ലേക്കാൻ നിന്നതല്ലേ ഏത്തിനും പ്രശ്നമായത് വേഗം കഴിച്ചൂട് ഇനി ബാങ്ക് കഴിയുമ്പോഴത്തേനും വേഗം പെട്ടെന്നിട്ട് കഴിച്ചൂട് പെട്ടെന്ന് വേഗം തോന്നൂട് കണ്ടാ ഇപ്പം എങ്ങനെയുണ്ട് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്നെ നോക്കിയിരിക്കണ്ട പെട്ടെന്നുണ്ട് കഴിച്ചൂട് വെള്ളം കുടിച്ചിട്ട് ശരിക്കും ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം നല്ല നോമ്പൊക്കെ ശരിയാവുള്ളൂ അതിന് ചെറിയ കുട്ടിയല്ലാവുന്ന കുഴപ്പമില്ല ആ ശരി ഈ വലിയ കുട്ടിയാണ് ഇനി ഈ പോയിട്ട് മൂത്ര വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടാ എന്താടാ നീക്കാനായില്ലേ ഉണ്ട് എന്താ നോമ്പെടുത്തൂടാ എനിക്കൊക്കെ പോടാ ഞാൻ ഇന്നലെ നോമ്പെടുത്തിക്കണേട്ടാ പെണ്ണുങ്ങള് നോമ്പെടുക്കൂല്ല എന്താണ് ഇതിന്റെ മോന്റെ നോമ്പ് കളയാനായിട്ട് അകത്ത് പോയിരുന്ന് കഴിക്കട്ടാ ചെലി അകത്ത് പോയിരുന്ന് കഴിക്കും ഇതൊന്നും കണ്ടിട്ട് നോമ്പ് കളയണ്ടട്ടാ ഒന്ന് പോടാ അവിടുന്ന് പിന്നെ നോമ്പെടുക്കാൻ പാടില്ലേ അമ്മായിയെ നോമ്പുണ്ടാ എന്തായി ഓ വെറുതെ അടിച്ചടിച്ചിട്ട് നോമ്പ് എടുക്കാൻ നിൽക്കണ്ട ചെന്ന് പോടാ ഇവിടുന്ന് ഞാൻ കൊറേ നോമ്പെടുത്താണ് ഇന്നലെ എടുക്കണുള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ അമ്മ കുട്ടിയോട് പറഞ്ഞേ ഈ സെമ്മൂസ ഇട്ടാണ്ട് നിങ്ങൾ നോമ്പ് തുറ കൊളാവണ്ട ഇതിന്റെ പേരിലാ നാച്ചുട്ടെന്ന് നോമ്പ് വരെ എടുത്തുള്ളൂ നോമ്പ് എടുത്തുണ്ടോ വലിയ ഇടങ്ങറായിക്കണെന്നത് കാരണം അല്ലടാ എന്റെ ജർമ്മനി പോക്കൊക്കെ എന്തായി അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നുണ്ടെന്നു പിന്നെ അതിന്റെ കൂടെ ഞാൻ ജർമ്മനും പഠിക്കുന്നുണ്ട് അല്ലടാ അതൊക്കെ വലിയ പാടല്ലേ ഞാൻ ഡ്യൂലിംഗോന്റെ കൂടെ പഠിക്കണേ അതെന്താ ഡ്യൂലിംഗോ ഡ്യൂലിംഗോ എന്ന് പറഞ്ഞാൽ ഫ്രീ ലേണിംഗ് ആപ്പാണ് അതിൽ 40 ഭാഷകളെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ കൂടാതെ അവരൊരു ഗെയിം മോഡലാണ് നമ്മളത് പഠിപ്പിക്കുന്നത് അതല്ല ഡെയിലി നമുക്ക് 4 എക്സസൈസ് ഉണ്ടാവും അതൊരു ഗെയിം പോലെ കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലിസണിങ് സ്കില്ല് ലേണിംഗ് സ്കില്ല് സ്പീക്കിംഗ് സ്കില്ല് എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് പിന്നെ ആച്ചുവിന് വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ടാവും ഇല്ല കടയിൽ അവിടെ തിരക്കണ താത്താ നിങ്ങളൊക്കെ സ്വർഗത്തെ ഉണ്ട് സ്വർഗത്തില് ഒന്ന് മെല്ലെ ചെയ്യടി എനിക്ക് സ്വർഗത്തിൽ വേണോ നരകത്തിൽ വേണോ സ്വർഗത്തിൽ പോയാൽ മതി ഒന്ന് മെല്ലെ ചെയ്യ
എന്താ അപ്പം ഇത് കഥ? ഇങ്ങനെയാണെങ്കിൽ നാച്ചുട്ട ഈ 30 നോമ്പ് എടുക്കുമല്ലോ. 30 ഞാൻ 35 എടുക്കും. ആദ്യത്തെ നോമ്പ് നോക്കണതിൻ്റെ ഒരു പവറേ. നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. കണ്ട അപ്പ പെണ്ണുങ്ങൾ കയറിയിരുത്തേണ്ട നോമ്പറ്റിട്ട് ഇങ്ങനൊക്കെ കളിച്ചാ ഇതന്നെ വയ്യാതാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. എനിക്ക് അതിന് നോമ്പില്ലല്ലോ. എനിക്ക് നോമ്പൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളെ ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ കളിക്കണ്ടാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇജൊന്ന് പോടാർന്ന്. ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഇജ് അടി നമുക്ക് കളിക്കാം. അമ്മായിയേ എന്താടാ? എന്താ കുറച്ച് മട്ടൻ കറി നോമ്പ് മുറിക്കും പോട്ടിക്കോളി. എന്താടി സ്കൂളിലൊന്നും പോവാറില്ലേ? ആ ആച്ചുട്ടാ അല്ല എന്താ ആച്ചുട്ടപ്പ ഇത്? ശുക്കുമാമക്ക് നോമ്പാ. അതിനപ്പുറം ഇവിടെ നിർത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളി. എന്താ ശുക്കുമാമ അങ്ങനെ? എന്റെ പൊന്നാര ശുക്കൂറ എപ്പൊ തുടങ്ങി കെടുത്തയച്ചിട്ട് ഈ ഒന്ന് പള്ളി കൊണ്ടോടോനെ. പള്ളിക്കോ? ഇക്ക് സെവൻസുള്ളാണ്. നല്ല കുട്ടികളെ ഈ അവന്റെ മാമനല്ലേടോ ഒന്ന് കൊണ്ടോടെ പള്ളിക്ക്. എന്നാ പോയി മുണ്ട് തോപ്പിട്ട് പോയോ? വായ ശുക്കൂർ മാമന്റെ മനസ്സ് മർമ്മത്തിന് വേഗം മട്ടസിട്ട്. എന്താടി ഓളെവിടെ? എടി ഇത് ഞാനാടി. ഇച്ചെന്തീ കൊള്ളത്തില്? എടി മോളെ നോമ്പാടി. നോമ്പ് നിസ്കാരപ്പായത് എണീക്കാൻ സമയം കിട്ടുന്നില്ല. നോമ്പ് നിസ്കാരം സുന്നത്ത് നിസ്കാരം ദിക്കറ് ഖുറാന് ഇതൊക്കെ കൂടി ഒറ്റൊരു മാസമുള്ളൂ. പഠിച്ചോനെ ഒരു 10 മാസമായിരുന്നെങ്കിൽ പഠിച്ചോനായിട്ട് അത്രയ്ക്കങ്ങ് അടുത്ത് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചോനെ തേടുകയാണ്. ഇത്രക്ക് കൊതിട്ടുണ്ടോ? ആർക്കറിയാം. എൻ്റെ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഓരുടെ കിതാബ് എന്താ നമുക്കറിയില്ലല്ലോ. എല്ലാം ഇച്ചെന്നാ അവിടുന്ന് വെള്ളത്തിൽ തള്ളിയിട്ടേ. അതൊക്കെ ഞാൻ തേടിക്കഴിഞ്ഞു. തമ്പുരാനെ എടീച്ചൊന്നുണ്ട് കൂടെ കടയിക്കുന്നോ? ഇജ് പോയിക്കാ. എനിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി തേടാണ്ട്. അവ പഠിക്കൊന്നും വേണ്ടേ? ഏയ് തേടിയാ മതി. എന്നാ എനിക്ക് കൂടി തേടുവോ? എൻ്റെ ആകെ ഒരു തേടലുട്ട മോളെ. ഇന്ന് ഞാൻ പോയിട്ട മോളെ. ബാങ്ക് കൊടുത്തിട്ടാ ഉമ്മാ നിസ്കാരപ്പായ എടുത്തോ. ഞാൻ പിന്നെ വീട്ടിലേക്ക് വരാം. ആ പിന്നെ ഒറ്റയ്ക്കോട്ടോ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കും. ജുമായ ബനെ ഉണ്ടാക്കി വരാം. അമ്മായിയേ എന്താടാ? ഇനി പിന്നെ പെരുന്നാൾ നിസ്കാരത്തിലാണ്ട് ഞാൻ പള്ളി കൊണ്ടുപോകില്ല. അതെന്താടോ? എൻ്റെ ഈമാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൊയിലാര നിസ്കാരം തരുന്നത്. അത് എൻ്റെ ആമയും കേട്ടിട്ട്. എന്താടാ നാച്ചുട്ടയ്ക്ക് അവിടെ ആകെ കൊളാക്കിയോടെ? ആ നിന്റെ പേര് കിട്ടോ? എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി തരാം. എന്താടോ ആകെ പള്ളി ആകെ സീനാക്കി. ശുക്കൂറേ അനക്ക് നോമ്പില്ലേ? മറന്ന്. അമ്മായിയേ അമ്മായിയേ എന്താടാ കിടന്ന് കാരണം? എന്ന് അറിയാണ്ട് വെള്ളം കുടിച്ച കുഴപ്പമുണ്ടോ? ഈ വെള്ളം കുടിച്ചതിന് ആ നോമ്പാന്ന് മറന്നേ. അറിയാണ്ടായാലും കുഴപ്പമില്ല. അറിയാണ്ട് തന്നെ അല്ലേ? ആണോ? നടക്ക് കുറച്ച് ഭാഗത്ത്. ഇത് പറയാണ്ട് കുടിച്ചോണ്ട് എന്റെ ദാഹവും പോയി. നോമ്പ് മുറിഞ്ഞില്ല. എന്താ നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ലേ? ഇന്നത്തെ നിസ്കാരം കഴിഞ്ഞ് നീറ്റേ മനുഷ്യർ രാവിലെ തുടങ്ങി നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ഓരോ പണിയെടുക്കുക. ഇതൊന്നും ഇവിടെ കാണാനില്ലേ? മതി നീറ്റേ പറയണേക്കല്ലേ? നീക്കി ഇടുന്ന് വെറുതെ മനുഷ്യന് മെനക്കെടുത്താൻ. പഠിച്ചോനെ എൻ്റെ അമ്മയ്ക്ക് പുറത്തെടുക്കണേ. സ്കൂളെങ്ങായി ഞാൻ എത്തിയില്ലേ? എന്താണ് ഇതിലൂടെ ഒക്കെയായിട്ട് മയക്കമാരൊന്നുമില്ലല്ലോ. എടാ എൻ്റെ നോമ്പ് ഭദ്രങ്ങളെ മറന്ന്. എടാ അറിയാണ്ടല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സജ്ജി പിടിച്ചോ. അല്ല ഇതിപ്പോൾ എത്ര റുപ്യക്കാ കളി? 20 രൂപയ്ക്ക്. ഈ 20 രൂപ കണ്ട് എന്നെ വിളിച്ചിന് ഒരു 10-2000 ഉണ്ട്. തേങ്ങ മനുഷ്യൻ്റെ നോമ്പുതായിട്ട്. എടാ എന്താ കളിക്കാതെ സിപ്പ അടിച്ചരാ. എന്ത് സിപ്പപ്പ്? എനിക്ക് നോമ്പുള്ള നോമ്പ് അത് മുറിക്കാൻ നിൽക്കി എന്നെ കൊണ്ട് പറ്റൂല. എന്നാ വായ കളിക്ക്. 20 രൂപയ്ക്ക് ഇത്തിരി കുറവാണ്. 20 രൂപയ്ക്ക് ഞാൻ കളിക്കാറില്ല. വലിയ ഡയലോഗ് അടിക്കാണ്ട് കളിച്ചേക്കടാ. വാടാ കളി തുടങ്ങ്. അല്ല ഒരു മിനിറ്റ്. ഈ മുണ്ട് വരട്ടെ. ഇത് വലിയ പന്നെ മുണ്ടാ. നമ്മൾ ചളിയാക്കി എന്നെ കൊല്ലും. ഒരു കടിയൊരു പ്ലീസ്. എനിക്ക് പകുതിയിലും നോമ്പ് കിട്ടൂ. എനിക്കും പകുതി എനിക്കും പകുതി. പ്ലീസ് ഒരു കടി. ഒരു കടിയൊരു പ്ലീസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പറ്റില്ല.
നോമ്പുള്ളാണ്. അല്ല എന്തൊന്നുണേ എന്താണ് സോറിട്ടാ കളിക്കളാ സോറിട്ടാ. ഒരു കടി എടുക്കരുത് പ്ലീസ്. ഒരു പറ്റില്ല. ചുക്കൂറെ നോമ്പ് വീണ്ടും മറന്നു. ചേട്ടാ എന്നാ ശരി ഇട്ടേക്ക് നോമ്പ് കുറിക്കാൻ സമയമായി. ഞാൻ പോവാണ്. ജയിക്കാളെ അടിച്ചെന്നുണ്ട്. അപ്പോ കിട്ടുന്നോട്ടാ. അവിടെ കളിച്ചോ. നോക്കി ഞാൻ നോമ്പ് കുറിക്കാം. ഈ നാളെ നോമ്പ് എടുക്കില്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അവിടെ 20 രൂപ കിട്ടിയില്ലേ? ആടാ 5 ഞാൻ ചെക്കന്മാർക്ക് കൊടുത്ത്. എന്തായാലും കുടിച്ചോട്ടെ പാവങ്ങള്. 5 നമുക്ക് ശുക്കൂറിന് കൊടുക്കാം. ബാക്കി 10 രൂപ ഇല്ലേ? ആയിട്ട് നമുക്ക് ഇപ്പൊ പോങ്ങടാ കേട്ടോ. അവിടെ ശുക്കൂറല്ലേ ഇരിക്കണേ? ശുക്കൂറെ ഈ നോമ്പ് കുറിച്ചോ? എടാ ഞാൻ മറക്കടാ. എന്താ അറിയില്ല കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അറിയണ്ടല്ലേ, നോമ്പ് അറിയൂല. അല്ല എൻ്റെ പൈസ അടിക്കാം. അപ്പൊ പൈസ എടുത്ത് കൊടുത്തോ. ഇത് 5 ഉറുപ്പ്യേ കളിച്ച് ഞാനും പൈസ വെക്കുക. പൈസ ആയോ? നിങ്ങൾ ഇന്നൊരു കളിക്ക് വിളിക്കട്ടെ. ഞാൻ വരണ്ട്, ഇപ്പോൾ വരണ്ട്. അമ്മായി നോക്കാറുണ്ട്. പോയോ? ഒന്നും പറയണ്ട, പത്തിരി ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയ വിശപ്പാ. അപ്പൊ പിന്നെ നോമ്പൊക്കെ മുറിച്ചാളു. ഞാൻ അപ്പളെ പറഞ്ഞു എന്നോട് ഒന്നും നടക്കൂലെന്ന്. ഇവിടെ സമൂസ ഉണ്ടാക്കിണ്ടടാ, നോമ്പറന്ന് പോവാ. സമയം എന്തായി? 10 രൂപ കൂടി ഇരിക്ക്. അവിടെ ഇരിക്കാം. അവിടെ പള്ളി പോയിട്ട് ഫ്രീ ആയി കിട്ടും. നമ്മ ബന്ധിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. വെക്കട അവിടെ, ബാങ്ക് കൊടുക്കുമ്പോൾ കഴിക്കാം. ശുക്കൂർ എവിടാ? ഇതെന്താണ് തേങ്ങ വാങ്ങി കൊടുക്കാത്ത? ഇവിടെ മയക്കാനൊക്കെ കിടന്നുണ്ട്. ഒന്നും അറിയില്ലല്ലോ. എന്താ എൻ്റെ ശുക്കൂർ ഇങ്ങനെ നട്ടം തിരിയണം? ഇവിടെ വന്നിരുന്ന് നോക്കിയേ. നോമ്പറക്കണതിൻ്റെ മുന്നേ നമ്മൾ ഇതൊക്കെ കുറച്ചു നേരം വെള്ളം ഇറക്കിയിരിക്കല് സുന്നത്താണ്. ഞാൻ നിലങ്ങളെ സമയത്തിന് അല്ല നിങ്ങളതിനെ മൊയിലേ നമ്പർ ഉണ്ടാ? അതെന്തിനാണ്? മുട്ടയുടെ ഫോൺ വിളിച്ച് പറയാൻ ബാങ്ക് കൊടുക്കുന്ന ടൈം കഴിഞ്ഞാലോ. നോമ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല ശുക്കൂറെ. നിങ്ങൾ പോയിക്കും. ഇവിടെ ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേൾക്കുമോ? പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെ നോമ്പറക്കലും ഇവിടെ? ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. ബാങ്ക് കൊടുക്കണം നോക്കട്ടെ. നമ്മൾ വാങ്ങി കൊടുക്കണ്ടേ എന്നിട്ട് വയ്യ. ഞാൻ നോമ്പറക്കട്ടെ മച്ചേ. ഒരു 5 മിനിറ്റും കൂടെ അല്ലേ ഉള്ളു മോളെ, അവിടെ ഇരിക്കേ. എനിക്ക് നല്ല വിശക്കുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം പട്ടിണി ഇടുന്ന വെറുതെ ആയി പോവൂലേ? ഞാൻ വെള്ളം കുടിക്കും. കണ്ട ഇനി നാളെ ഈ അത്തായത്തിന് വിളിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വായട്ടോ. ഞാൻ നോമ്പെടുക്കും. സത്യം പറഞ്ഞത് എത്രാമത്തെ പ്രാവശ്യം ഈ വെള്ളം കുടിക്കണേ? ഇപ്പണ്ട് വെള്ളം കുടിക്കണല്ലോ. അമ്മായി വാങ്ങൊടുത്തേ. അമ്മായി വാങ്ങൊടുത്തു ഇവിടെ അല്ലെങ്കിൽ തന്നെ ബാങ്ക് കൊടുക്കണമെന്ന് കേൾക്കൂലട്ടാ. എനിക്ക് വിശ്വാസമില്ല. വാങ്ങൊടുത്തന്നെ കഴിച്ചോളി. നച്ചു കഴിച്ചോ.
അതാ വാങ്ങിക്കൊടുക്കണം. നോമ്പറന്നോളി. അല്ല, ആരും നോമ്പ് തുറക്കില്ലേ? വാങ്ങി കൊടുക്കണം. എന്താ പ്ലേറ്റൊക്കെ കാലി? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അപ്പൊ ഈ കേട്ട ബാങ്കോ? കുഴപ്പമില്ല, അറിയാണ്ടല്ലേ, നോമ്പ് അറിയൂല. വല്ലാത്തൊരു അറിയാണ്ടായി പോലെ ഇപ്പത്. കൂരിരുട്ട് നിഴലിനെയും കൂട്ടിലിട്ട് കള്ള ദൈവങ്ങളെ കത്തിച്ചത് കൂട്ടിയിട്ട് പല്ല് പോയ പ്ലാസ്റ്റിക് ചിരികളെ നീ തൂക്കി വിൽക്ക്. ഡയമണ്ട്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക്, നീ എവിടെ കാത്തു നിൽക്ക്. പള്ളി പോയതുകൊണ്ട് ദൈവമുണ്ട് നല്ല കൂട്ടം കൂടി ചൊല്ലും കാര്യമൊന്നുമെന്നും സത്യമല്ല ഞാൻ. ഈ കഥയിൽ